നമസ്കാരം. ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തെറിഞ്ഞ മുംബൈ ഇന്ത്യൻസിനെ IPLലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സഹായിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയുടെ പേരാണോ നിങ്ങൾ പറയുക? ഒരുപക്ഷെ ആയിരിക്കില്ല എന്നതല്ല, കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കും അല്ല എന്നത്. രോഹിത്തിന്റെ കീഴിൽ കളിച്ച് മുംബൈ ഇന്ത്യൻസ് അല്ല ഇപ്പോൾ ഹർദിക്കിന്റെ കീഴിൽ കളിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും, നിങ്ങൾക്കും പറയാൻ സാധിക്കും. തിലക് വർമ്മയുടെ പേര് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ മുംബൈ ഇന്ത്യൻസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. തിലക് വർമ്മയുടെ ഇടിവെട്ട് സെഞ്ചുറിയാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് കൂടി നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ സെഞ്ചുറിയെ നമുക്ക് രണ്ട് ഘട്ടങ്ങളായി തന്നെ തിരിക്കേണ്ടതായുണ്ട്. ഇതിൽ ആദ്യ ഘട്ടത്തിൽ ബാറ്റിങ്ങിലെ ടൈം നഷ്ടപ്പെട്ട പാടെ പതറിയ തിലകിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ രണ്ടാം ഘട്ടത്തിലാകട്ടെ തിലക് 2.0 ആയി മാറുകയായിരുന്നു. അതിനു മുൻപ് ഒരു ചെറിയ സംഭവം ഉണ്ടായി. അതായത് ആദ്യ പകുതിക്കും രണ്ടാം പകുതിക്കും ഇടയിലെ ഒരു ഇന്റർവെൽ ബ്ലോക്ക്. ആ ഇന്റർവെൽ ബ്ലോക്കിൽ നടന്നത് ഹർദിക്കിന് ഏറ്റവും കൂടുതൽ വിമർശനമായി മാറുകയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയവുമായി നിൽക്കുകയാണ്. GTയുടെ ബൗളർമാരെ പഞ്ഞിക്കിട്ട് അദ്ദേഹം കത്തിക്കയറുന്ന രണ്ടാം പകുതിക്ക് മുൻപ് തിലകിനെ വഴക്കു പറഞ്ഞ ഹർദിക്കിന്റെ വീഡിയോ ആണ് നോക്കുന്നത്. തിലക് എന്തൊക്കെ പറഞ്ഞാലും ഗ്രൗണ്ടിൽ ഇത്രയും ആളുകൾ നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ ഒരു ബോധത്തോടെ നിൽക്കാതെ ഹർദിക് മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തിലകിന്റെ ഈ പൊടുന്നനെയുള്ള മാറ്റത്തിന് പിന്നിൽ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയുടെ ശകാരമാണെന്നുള്ള സൂചനകളുമുണ്ട്. ഇത് തെളിയിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നിംഗ്സിന്റെ 14ാം ഓവറിന് ശേഷമുള്ള സ്ട്രാറ്റജിക് ടൈം ഔട്ടാണ് മത്സരഗതി മാറ്റിമറിച്ചതെന്ന് പറയാം. കാരണം ആ ടൈം ഔട്ടിന് മുൻപ് വരെ മുംബൈ ബാക്ക് ഫൂട്ടിലായിരുന്നു കളിച്ചത്. 4 വിക്കറ്റിന് 103 റൺസ് മാത്രമേ സ്കോർ ബോർഡിലും ഉണ്ടായിരുന്നുള്ളൂ. തിലക് വർമ്മ 22 ബോളിൽ നേടിയത് വെറും 19 റൺസാണ്. ഹർദിക് പാണ്ഡ്യ ആവട്ടെ 5 ബോളിൽ 3 റൺസും എടുത്തു. ടൈം ഔട്ട് വരെ കണ്ട തിലകിനെയല്ല ശേഷിച്ച 6 ഓവറിൽ കാണാനായത് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ശേഷിച്ച 23 ബോളിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് 82 റൺസാണ്. അവസാന ബോളിൽ 4 കന്നി സെഞ്ചുറി കണ്ടെത്തിയ തിലകിന്റെ ടീമിന്റെ ടോട്ടൽ ആകട്ടെ 199 ഉയർത്തി. അതുവരെ തപ്പിത്തടഞ്ഞ തിലക് ടൈം ഔട്ടിന് ശേഷം രണ്ടും കൽപ്പിച്ച ആക്രമണം ഒഴിച്ചു വിട്ടതിന് പിന്നിലെ ഹർദിക്കിന്റെ ശകാരമാണെന്നുള്ളത് സംശയിക്കേണ്ടതായിരിക്കുന്നു. കാരണം ടൈം ഔട്ടിന്റെ സമയത്ത് തിലകിനോട് അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ഇതിനോടകം പുറത്തു വന്നിട്ടുമുണ്ട്. വളരെയധികം ശുഭിതനായിട്ടാണ് ഹർദിക്കിനെ ഇതിൽ കാണപ്പെടുന്നത്. ദേശത്തോടെ അദ്ദേഹം പലതും പറയുന്നതും ഇടം കൈകൊണ്ട് ബാറ്റിനെ കുറിച്ച് ആംഗ്യം കാണിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ഹർദിക്കിന്റെ ശകാരത്തോട് തിലക് ഒരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല. ഹെൽമറ്റ് ഊരി നിന്ന് അദ്ദേഹം എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. തിലകിനോടുള്ള ഹർദിക്കിന്റെ ഈ ശകാരമെല്ലാം ഇവർക്ക് അരികെ വെള്ളവും മറ്റുമായി എത്തിയ 2 റിസർവ് താരങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് തിലകിന്റെ റെപ്യൂട്ടേഷൻ പോലും നോക്കാതെ ഹർദിക് അദ്ദേഹത്തെ ശകാരിച്ചു കൊണ്ടിരുന്നത്. ക്യാപ്റ്റനാണെന്ന് കരുതി അദ്ദേഹത്തിനെ ശകാരിക്കാൻ, അതും ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ മോശം പറയാനുള്ള ഒരു അവകാശം ഹർദിക്കെന്നല്ല ആർക്കുമില്ല എന്ന് വേണം പറയാൻ. എന്നിട്ടും തിലക് ഒരു അക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ല എന്നതാണ് ശരിയായ വശം എന്നുകൂടി നമ്മൾ ചിന്തിക്കണം.